പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ സാബത്ത് ദിനത്തിലെ സ്വർഗം നമുക്ക് നൽകുന്ന വചനം സങ്കീർത്തന പുസ്തകം 39:6. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, മനുഷ്യൻ നിഴൽ മാത്രമാണ്, അവന്റെ ബദ്ധപ്പാട് വെറുതെയാണ്, മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു, ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല. അതായത് നമ്മളുടെ ശരിക്കും അവസാനത്തെ ദിവസം എന്ന് പറഞ്ഞ് നമ്മൾ മരിക്കുന്ന ദിവസം അല്ലേ. നമ്മൾ എത്രയോ മൃതസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. എത്ര അതികായകന്മാർ അല്ലെ, എല്ലാം വെട്ടിപ്പിടിച്ചും അതുപോലെ ലോകത്തിൽ സ്വാധീനം ചെലുത്തിയ മനുഷ്യര് ഒന്നുമല്ലാത്ത രീതിയിൽ അവർ മറ്റുള്ളവരാൽ എടുക്കപ്പെട്ട്, പ്രിയ സഹോദരങ്ങളെ, അവസാനത്തെ യാത്ര നമ്മുടെ എല്ലാവരുടെയും കൺമുൻപിലുണ്ട്. ആ ഒരു കൺമുൻപിലുള്ള ആ ഒരു പിക്ചർ വെച്ച് നമ്മൾ ഈ വചനം ഒന്ന് ധ്യാനിച്ച് നോക്കി. മനുഷ്യൻ നിഴൽ മാത്രമാണ്, അവന്റെ ബദ്ധപ്പാട് വെറുതെയാണ്, മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു, ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല. ഒരുപക്ഷെ മനുഷ്യന്റെ അന്ത്യയാത്ര, അത് മനുഷ്യൻ്റെത് വേണ്ട, എൻ്റെ ഒരു അന്ത്യയാത്രയുണ്ട് എനിക്കല്ലേ. ഞാൻ തമ്പുരാന്റെ സന്നിധിയിലേക്ക് എൻ്റെ ഒരു വൈദികൻ എൻ്റെ തലയിൽ മുടിച്ചൂടി പറയില്ലേ, ഞാൻ നല്ലവണ്ണം ഓടി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്നൊക്കെ പറയാൻ ശരിക്ക് ഒരു പുരോഹിതൻ നമുക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലവണ്ണം ഓടിയെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും സ്വർഗം അത് സമ്മതിക്കുമോ? ഞാൻ നല്ലവണ്ണം ഓടിയെന്ന് പറയുമോ? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം, നമ്മൾ കുറേ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുടെയൊക്കെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നഷ്ടതയിലാകരുത്. കാരണം ഇതൊന്നും, ഒരു ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ഒരു ഉയർപ്പുണ്ട്. ഒരു ഉയർപ്പില് നമ്മളാണെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ദുഃഖവെള്ളിയാഴ്ച ഉണ്ടായിരുന്നു എന്ന തിരിച്ചറിവോടെ നമുക്ക് വ്യാപരിക്കാം. എപ്പോഴും നമ്മുടെ കണ്ണ് എപ്പോഴും സ്വർഗത്തിലായിരിക്കണം. ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റെഫാനോസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സമയത്ത് സ്റ്റെഫാനോസ് നോക്കിയത് കല്ലുകളിലേക്കല്ല, പ്രശ്നങ്ങളിലേക്കല്ല നോക്കിയത്, ആ പ്രശ്നത്തിന് ഉത്തരം നൽകാൻ കഴിയുന്ന ദൈവത്തിങ്കിലേക്ക് നോക്കി. അപ്പോൾ സ്റ്റെഫാനോസിനെ സംബന്ധിച്ച് ഓരോ കല്ലും റോസാപ്പൂ പോലെ അത് ആയിത്തീർന്നു എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ഒരു നിത്യത എന്ന ഉത്തമ ബോധ്യം, അതാണ് യഥാർത്ഥ സത്യം. ആ ഒരു സത്യത്തെ ഉൾക്കൊള്ളാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.